മീലാദ് soft.com മീലാദ് പ്രോഗ്രാമുകൾ മാനേജ് ചെയ്യാനുള്ള ഓൺലൈൻ സോഫ്റ്റ്വെയറാണിത്. മീലാദ് soft.comൽ പോയി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിം പാസ്വേഡ് വെച്ചുകൊണ്ട് നമുക്ക് ഈ വെബ് ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ഇതുപോലെയുള്ള ഒരു സ്ക്രീന് നമുക്ക് ലഭിക്കും. ഇതാണ് ഇതിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ഇതിൽ സെറ്റിങ്സ്, കാറ്റഗറി, ഇങ്ങനെ കുറേ മെനു താഴെയായി കൊടുത്തിരിക്കുന്നുണ്ട്. നമ്മുടെ മീലാദിൻ്റെ പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കാറ്റഗറി, അതുപോലെ തന്നെ കുട്ടികളുടെ പേര്, പ്രോഗ്രാമുകൾ, ഏതൊക്കെ കുട്ടികൾക്ക് ഏതൊക്കെ പ്രോഗ്രാമുകൾ അസൈൻ ചെയ്യണം, ഇതൊക്കെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യം തന്നെ സെറ്റാക്കി വെക്കാം. അതിന് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് സെറ്റിങ്സ് എന്ന മെനുവിൽ പോയി ഓർഗനൈസേഷൻ ക്ലിക്ക് ചെയ്യുക. ഓർഗനൈസേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മീലാദ് പ്രോഗ്രാമിനിക്ക് ഒരു പേരുണ്ടാവും. ആ പേര് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഉദാഹരണത്തിനിക്ക് മീലാദ് ഫെസ്റ്റ്, അങ്ങനെ ഓരോരുത്തരും ഓരോ പേര് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഫിദാക്ക് 2K25 എന്ന പേര് കൊടുക്കാം. അടുത്തതായി സ്റ്റേജ് പ്രോഗ്രാം പെർ സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റിനിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് എത്ര സ്റ്റേജ് ഇന മത്സരത്തിൽ മത്സരിക്കാം എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കവിടെ കൊടുക്കാം. കൃത്യമായ നിബന്ധനകളൊന്നും പ്രോഗ്രാം കമ്മിറ്റി നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മാക്സിമം കൊടുക്കാം, 10 20 കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് 5 പ്രോഗ്രാമിൽ സംബന്ധിക്കാം എന്നാണെങ്കിൽ 5 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഓഫ് സ്റ്റേജ് പ്രോഗ്രാം പെർ സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റിനിക്ക്, ഒരു വിദ്യാർത്ഥിക്ക് എത്ര ഓഫ് സ്റ്റേജ് പ്രോഗ്രാമുകൾ സംബന്ധിക്കാം, അതും 5 എന്നാണെങ്കിൽ 5 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിന് താഴെ നമ്മുടെ പ്രോഗ്രാമിനിക്ക് ഒരു ലോഗോ നമ്മൾ ക്രിയേറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 1x3 1 ഇഞ്ച് നീളവും 3 ഇഞ്ച് വീതിയുമുള്ള ഒരു ലോഗോ നമ്മൾ ക്രിയേറ്റ് ആക്കി വെച്ചിട്ട് നമുക്കത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുകളിൽ A4 ഷീറ്റിൻ്റെ മുകളിൽ ഈ ലോഗോ വരുന്നതായിരിക്കും. അതിനുവേണ്ടി ചൂസ് ഫയൽ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ പ്രോഗ്രാം, ആ ലോഗോ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി സബ്മിറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് ഓർഗനൈസേഷൻ ഡീറ്റെയിൽസ് എന്നൊരു ബോക്സ് വരുന്നതാണ്. അതിൽ ഓക്കെ അടിച്ചാൽ മതിയാവും. ഇനി വീണ്ടും നമുക്ക് ഡാഷ്ബോർഡിലേക്ക് തന്നെ നമ്മൾ എത്തിയിരിക്കുകയാണ്. സെറ്റിങ്സിൽ നമ്മൾ ഒന്നുകൂടി അത് ചെക്ക് ചെയ്യാം. ഓർഗനൈസേഷൻ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ഇങ്ങനെ കാണാം, ഫിദാക്ക് 2K25 5 പിന്നെ നമ്മൾ കൊടുത്ത ഒരു ലോഗോ അവിടെ കാണാം. ഇനി സെറ്റിങ്സിൽ തന്നെ അതിൻ്റെ താഴെ ആഡ് ക്ലാസ്, വ്യൂ ക്ലാസ്, ഇങ്ങനെ 2 വിഷയങ്ങളുണ്ട്. അത് നമ്മൾ ക്ലാസ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓരോ കുട്ടിയെയും നമ്മൾ പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് സെലക്ട് ആക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ ആഡ് ക്ലാസ്സും വ്യൂ ക്ലാസ്സും നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതി. നിർബന്ധമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ക്ലാസ് നെയിം, ഇപ്പോൾ 1ാമത്തെ ക്ലാസ് ആണെങ്കിൽ 1 എന്ന് കൊടുത്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അങ്ങനെ മദ്രസയിൽ എത്ര ക്ലാസ്സുകളൊക്കെ ഉണ്ട്, 2ാം ക്ലാസ് ഉണ്ടെങ്കിൽ 2 എന്ന് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇങ്ങനെ 10 വരെ 12 വരെ ക്ലാസ്സുകൾ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ഈ മീലാദ് സോഫ്റ്റ്വെയറിനേക്ക് നിർബന്ധമുള്ളതല്ല, ആവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ പേരിന് ശേഷം കുട്ടിയുടെ ക്ലാസ് കൂടി നമുക്ക് ഡിസ്പ്ലേയിൽ വരുന്നതാണ്. അടുത്തതായിട്ട് കാറ്റഗറി മെനു, അതിൽ അസൈൻ കാറ്റഗറി ക്ലിക്ക് ചെയ്യുക. അസൈൻ കാറ്റഗറി പോയാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് എന്തൊക്കെ കാറ്റഗറികൾ വേണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സെലക്ട് ആക്കി കൊടുക്കേണ്ടത്. സീനിയർ, ജൂനിയർ, കിഡ്സ്, ജനറൽ, സൂപ്പർ സീനിയർ, ഇങ്ങനെ മിഡ് സോണ്, ടോപ്പ് സോൺ, ഹൈ സോൺ, ഇങ്ങനെ കുറേ അധികം കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന് എന്താണ് നമ്മൾ നിശ്ചയിച്ചത് സെലക്ട് ആക്കി കൊടുക്കുക. ഉദാഹരണത്തിന് കിഡ്സ്, ജനറൽ, സീനിയർ, ജൂനിയർ, ഇങ്ങനെ 4 കാറ്റഗറി ഞാൻ സെലക്ട് ആക്കി. എന്നിട്ട് ഏറ്റവും താഴെ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക.
ഈ കാറ്റഗറിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് അത് ആഡ് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി വ്യൂ കാറ്റഗറി എന്നതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ടത് കാണിച്ചു തരുന്നതാണ്. അടുത്തതായിട്ട് ടീമിനെ ആഡ് ചെയ്യാനുള്ള മെനുവാണ്. നമുക്ക് മത്സരം നടക്കുമ്പോൾ ടീമുകളായിട്ടാണല്ലോ മത്സരം നടക്കുന്നത്. ഒരു റേഞ്ച് മത്സരമൊക്കെ ആണെങ്കിൽ കുറേ മദ്രസകളെ നമ്മൾ ആഡ് ചെയ്യണം. ഒരു മദ്രസയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ മീലാദ് പ്രോഗ്രാം ആണെങ്കിൽ കുറേ ടീമുകൾ ഉണ്ടാവും. 2, 3, 4, 5 ടീമുകളൊക്കെ ഉണ്ടാവും. ആ ടീമിൻ്റെ പേരാണ് ഇവിടെ ആദ്യമായി എൻ്റർ ചെയ്യേണ്ടത്. ഞാനിപ്പം നൂറെ ജമാൽ എന്ന ഒരു ടീമിൻ്റെ പേര് കൊടുത്തു. എന്നിട്ട് ടീം ലീഡർ, അതിൻ്റെ ലീഡർ ആരാണ്? അഷ്റഫ് CM എന്നാണെങ്കിൽ അത് നമ്മൾ അങ്ങനെ കൊടുത്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. അടുത്തതായിട്ട് അടുത്ത ടീമിൻ്റെ പേര് നമുക്ക് ആഡ് ചെയ്യാം. നൂറെ കമാൽ എന്ന ഒരു ടീമിൻ്റെ പ്രോഗ്രാം ഇവിടെ ആഡ് ചെയ്തു. അതിൻ്റെ ലീഡറിനെ നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് അടിച്ചു. ഇനി ഈ ടീമിൽ നമ്മൾ പോയി വ്യൂ ടീം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടീമിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. നമ്മൾ കൊടുത്തിട്ടുള്ള ടീം ഇപ്പോൾ നൂറെ ജമാൽ, നൂറെ കമാൽ അത് താഴെ വന്നിട്ടുണ്ട്. അതിലെന്തെങ്കിലും തെറ്റ്, സ്പെല്ലിങ്ങിലോ മറ്റോ തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഈ എഡിറ്റ് മെനു എന്നതിൻ്റെ താഴെ കാണുന്ന ഈ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ എന്തെങ്കിലും സ്പെല്ലിങ് വ്യത്യാസമുണ്ടെങ്കിൽ അത് കൃത്യമാക്കിയിട്ട് അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇങ്ങനെ നമുക്ക് ഓരോ ടീമിനെയും ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായി പ്രോഗ്രാം മെനുവാണ്. പ്രോഗ്രാം മെനുവിൽ നമ്മൾ ഓരോ പ്രോഗ്രാമുകൾ ആഡ് ചെയ്യണം. നമ്മുടെ മീലാദ് പ്രോഗ്രാമിലേക്ക് കുറേ പരിപാടികളുണ്ടാവും. മലയാള പ്രസംഗം, കന്നഡ പ്രസംഗം, ഇംഗ്ലീഷ് പ്രസംഗം, ഇങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഇവിടുന്ന് ആദ്യം സെലക്ട് ചെയ്യണം കാറ്റഗറി. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ജൂനിയർ, സീനിയർ, ജനറൽ, കിഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം സീനിയറിൽ 1-2 പ്രോഗ്രാമുകൾ ആഡ് ചെയ്യാം. അപ്പോൾ സീനിയർ സെലക്ട് ആക്കിയതിന് ശേഷം പ്രോഗ്രാം നെയിം കൊടുക്കണം. ഉദാഹരണത്തിന് സ്പീച്ച് മലയാളം എന്ന് ടൈപ്പ് ചെയ്തു. അടുത്തതായി നമുക്കിവിടെ 1 എന്ന് ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. അത് ഈ പ്രോഗ്രാമിൻ്റെ നമ്പറാണ്, കോഡ് നമ്പർ എന്ന് നമുക്ക് പറയാം. ആ നമ്പർ അത് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. ഇനി അടുത്തൊരു പ്രോഗ്രാം ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് വരും. അപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. കാറ്റഗറി എന്നതിൽ പോയി കഴിഞ്ഞാൽ സ്റ്റേജ് ആണോ ഓഫ് സ്റ്റേജ് ആണോ എന്നാണ് ചോദിക്കുന്നത്. സ്പീച്ച് മലയാളം സ്റ്റേജ് പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് സ്റ്റേജ് എന്ന് സെലക്ട് ചെയ്യാം. അടുത്ത ടൈപ്പ് ഗ്രൂപ്പാണോ ഇൻഡിവിജ്വൽ ആണോ എന്നുള്ളത്. സ്പീച്ച് മലയാളം ഇൻഡിവിജ്വൽ പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ എന്ന് കൊടുക്കാം. ഇനി മാക്സിമം ഫ്രം എ ടീം, ഒരു ടീമിൽ നിന്ന് എത്ര വിദ്യാർത്ഥികൾക്ക് മത്സരിക്കാം. ഇപ്പോൾ മലയാള പ്രസംഗത്തിനിക്ക് ഒരു ടീമിൽ നിന്ന് എത്ര ആൾക്ക് മത്സരിക്കാം എന്നുള്ളതാണ് കൊടുക്കാം. ഒരു 3 പേർക്കാണ് നമുക്കിവിടെ നിബന്ധന വെച്ചിട്ടുള്ളതെങ്കിൽ 3 എന്ന് കൊടുത്താൽ മതിയാവും. കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കാം. 5, 10, 20 അങ്ങനെ എത്രയും കൊടുക്കുന്നതിന് പ്രശ്നമില്ല. എന്നിട്ട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് ആവുന്നതാണ്. അടുത്ത പ്രോഗ്രാം നമുക്ക് സീനിയറിന് തന്നെ വീണ്ടും ഒന്ന് കൊടുക്കുക. ഒരു സോങ് കൊടുക്കാം. ഉദാഹരണത്തിന് സോങ് അറബിക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ 2 എന്നുള്ളത് ഓട്ടോമാറ്റിക് വന്നു കഴിഞ്ഞു. അതിന് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. കാറ്റഗറി സെലക്ട് ആക്കി സ്റ്റേജ് കൊടുക്കാം. സോങ് അറബിക് സ്റ്റേജ് പരിപാടി തന്നെയാണല്ലോ. ടൈപ്പ് ഇൻഡിവിജ്വൽ തന്നെയാണ്. എത്ര സോങ് ഒരു ടീമിനിക്ക് നമ്മൾ നിബന്ധന വെച്ചിട്ടുണ്ട്, 4 ആണെങ്കിൽ 4 എന്നിട്ട് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് സീനിയർ വിഭാഗത്തിൽ തന്നെ ഒരു ഗ്രൂപ്പ് പ്രോഗ്രാം ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് ബുർദ ഒരു ഗ്രൂപ്പ് പ്രോഗ്രാം ആണല്ലോ. അപ്പോൾ ഇവിടെ പ്രോഗ്രാം നമ്പർ 3 എന്ന് വന്നു. കാറ്റഗറി നമുക്ക് സ്റ്റേജ് തന്നെ സെലക്ട് ആക്കാം. ടൈപ്പ് എന്നതിൽ ഇൻഡിവിജ്വൽ ആണ് ഇതുവരെ നമ്മൾ സെലക്ട് ആക്കിയത്. ബുർദ ആയതുകൊണ്ട് നമുക്ക് ഗ്രൂപ്പ് എന്ന് സെലക്ട് ചെയ്യാം. ഇങ്ങനെ ഗ്രൂപ്പ് സെലക്ട് ആക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഗ്രൂപ്പ് പ്രോഗ്രാം ആകുമ്പോൾ വ്യക്തികൾക്ക് പോയിന്റ് പോകില്ല. ഈ ബുർദ നമ്മൾ തെറ്റിയിട്ട് ഇൻഡിവിജ്വൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ബുർദക്ക് ചേർന്ന് പ്രധാനപ്പെട്ട അതിൻ്റെ ലീഡറിലേക്ക് പോയിന്റ് ആഡ് ആവുന്നത്. ഗ്രൂപ്പ് പ്രോഗ്രാം ആണെങ്കിൽ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് പോയിന്റ് ഇല്ല, അതേ സമയത്ത് ടീമിനിക്കായിരിക്കും പോയിന്റ് ഉള്ളത്. അപ്പം അതുകൊണ്ട് ഇത് കൃത്യമായി തെറ്റാതെ കൊടുക്കുക. ഇനി മാക്സിമം ഫ്രം എ ടീം, ഒരു ടീമിൽ നിന്ന് എത്ര ബുർദ ടീം മത്സരിക്കുന്നു എന്നാണ്. ബുർദ ഒരു ടീമിൽ 10 ആളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു ടീമിൽ നിന്ന് എത്ര ആൾ എന്നുള്ളത് നമ്മൾ ഇവിടെ കൊടുക്കാം. ഒരു 1 എന്ന് കൊടുത്താൽ മതിയാവും. സാധാരണ ബുർദ പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഒരു ടീമിനിക്ക്
ഒരു മത്സരം മാത്രമേ ഉണ്ടാവും. അപ്പോൾ 1 എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകളും നമുക്ക് എത്ര പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ആഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ കാര്യമായി സെറ്റിങ്സ്, കാറ്റഗറി, ടീം, പ്രോഗ്രാം ഇങ്ങനെ 4 മെനു ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. ബാക്കി കാര്യങ്ങൾ ഓരോന്നായി നമുക്ക് അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് വിവരിക്കാം.